ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ജീവൻ്റെ വഴി പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ സുവിശേഷ പരമ്പരകൾ, ഈ ദൈവവചനങ്ങൾ ശ്രദ്ധിക്കുന്ന, വീക്ഷിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും അവരുടെ ആത്മാവിൽ ഒരു വിടുതലായി പരിണമിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. നമ്മുടെ അരുമനാഥനായ കർത്താവായ യേശുക്രിസ്തു അന്ന് ആ കാലത്തെ അധികാരിയായിരുന്ന പീലാത്തോസിനോട് സംസാരിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ്. യേശു ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട്, മേലിൽ നിന്നും നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്കൊരധികാരം ഉണ്ടാകുകയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കർത്താവ് പറയുകയാണ്, മേലിൽ നിന്നും നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാകുകയില്ലായിരുന്നു. അധികാരങ്ങളെക്കുറിച്ചും ആ അധികാരത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ചും നല്ല ബോധ്യത്തോടു കൂടെയാണ് നമ്മുടെ അരുമനാഥനായ കർത്താവ് രാജാവിനോട്, പീലാത്തോസിനോട് സംസാരിക്കുന്നത്. പീലാത്തോസിന് തൻ്റെ അധികാരത്തെക്കുറിച്ച് നിശ്ചയമുണ്ട്. യഹൂദന്മാർ അവരുടെ മതദൈവങ്ങളൊക്കെ വെച്ച് ശിക്ഷകൾ നടപ്പാക്കിയാൽ പോലും ഒരുവനെ കൊല്ലുവാൻ, മരണശിക്ഷ കൽപ്പിക്കുവാൻ റോമ സാമ്രാജ്യത്തിൻ്റെ പ്രവിശ്യയായ നാട്ടുരാജാവായിരിക്കുന്ന പീലാത്തോസിന് മാത്രമേ കഴിയുകയുള്ളൂ. ആ അധികാരത്തെ മുൻനിർത്തിക്കൊണ്ട് പീലാത്തോസിന് മുമ്പിൽ യേശുവിനെ കുറ്റം ചുമത്തിക്കൊണ്ട് അവനെ ക്രൂശിക്കുവാനൊക്കെ ആക്രോശിക്കുന്ന, അതിനുവേണ്ടി അലമുറ കൂട്ടുന്ന ജനസമൂഹം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പീലാത്തോസ് യേശുവിനോട് പല കാര്യങ്ങൾ സംസാരിക്കപ്പെടുമ്പോൾ മൗനമായി നിൽക്കുന്ന യേശുവിനോട് പീലാത്തോസ് തൻ്റെ അധികാരത്തിൻ്റെ ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതിന് യേശു നൽകുന്ന മറുപടിയാണ് നാം വായിച്ചത്. മേലിൽ നിന്നും നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്കൊരു അധികാരവും ഉണ്ടാകിയില്ലായിരുന്നു. പീലാത്തോസിൻ്റെ അധികാരം റോമാ സാമ്രാജ്യത്തിലെ ഒരു നാട്ടുരാജാവ് എന്ന നിലയിലുള്ള തൻ്റെ അധികാരം, തൻ്റെ പദവി, തൻ്റെ സ്ഥാനമാനങ്ങൾ, അതിൽ യഹൂദ്യ പ്രവിശ്യയെ താൻ അടക്കി വാഴുമ്പോൾ അവിടെ വിസ്തരിക്കപ്പെടുവാൻ വന്ന കർത്താവിനോട് താൻ പ്രസ്താവിക്കുമ്പോൾ കർത്താവ് ഇതിന് കൊടുക്കുന്ന മറുപടിയാണ് ചിന്തനീയമായിട്ട് നമുക്ക് ഈ പകൽ നാം ചിന്തിക്കുന്നത്. റോമാ സാമ്രാജ്യത്തിൻ്റെ കൈസരിൽ നിന്ന് ലഭിക്കുന്ന അധികാരത്തിന് കീഴിലാണ് പീലാത്തോസ് മാനുഷികമായിട്ട് ഉള്ളതെങ്കിൽ പോലും ആ അധികാരമൊക്കെ
ദൈവത്താൽ സ്ഥാപിതമാണ്. ദൈവമാണ് ഓരോരുത്തരെയും ഓരോ സ്ഥാനങ്ങളിലാക്കുന്നത്, ആക്കിയിരിക്കുന്നത്. അവൻ രാജാതിരാജാവും കർത്താതികർത്താവും സർവ്വാധിപത്യവും അവൻ്റെ കീഴിലാണ്, ദൈവത്തിൻ്റെ കീഴിലാണ് എന്ന് കർത്താവ് വ്യക്തമാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പൗലോസ് ആ അധികാരങ്ങളെക്കുറിച്ചൊക്കെ തൻ്റെ ലേഖനങ്ങളിൽ കൂടിയൊക്കെ വെളിപ്പെടുത്തുന്നതായിട്ട് കാണാൻ കഴിയും. റോമാലേഖനത്തിൽ എല്ലാ അധികാരങ്ങളും ദൈവത്തിങ്കലാണ്. ദൈവം ഓരോരുത്തർക്ക് നിയമിക്കപ്പെട്ടതുകൊണ്ടാണ് അവർ ആ സ്ഥാനത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അധികാരസ്ഥങ്ങൾക്ക് കീഴടങ്ങിയിരിക്കാനൊക്കെ പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അധികാരികളോട് മത്സരിക്കുകയല്ല, തുച്ഛീകരിക്കുകയല്ല, അതിനെ അവഗണിക്കുകയല്ല. ഏതെങ്കിലും സ്ഥാനങ്ങളിൽ ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ അത് കർത്താവ് അനുവദിച്ചിട്ടാണ് എന്നൊരു തിരിച്ചറിവ് ഓരോ ഭക്തനും ഓരോ ദൈവവൈതനും ഉണ്ടാകണം. അതാണ് തിരുവെടുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. പീലാത്തോസിനോട് കർത്താവ് പറയുകയാണ്, മേലിൽ നിന്ന് അല്ല, ദൈവമാണ് നിനക്ക് ഈ അധികാരം നൽകിയത്. ഇനി എന്നെ വിസ്തരിക്കുവാനും നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് മുകളിൽ നിന്ന് എൻ്റെ പിതാവ് അനുവദിച്ചിട്ടാണ്. എൻ്റെ പിതാവ് അനുവദിക്കാതിരുന്നാൽ നിനക്കിത് സാധ്യമല്ല എന്ന് കർത്താവ് വ്യക്തമാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മും അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടവരാണ്, വിധേയരാണ് നാം ഓരോരുത്തരും. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. അതുകൊണ്ട് ഞാൻ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടവനല്ല, അല്ലെങ്കിൽ ഇന്ന ഗവൺമെൻറ് അത് എൻ്റെ അല്ല എന്നല്ല. ആരെങ്കിലും ഏതെങ്കിലും സ്ഥാനങ്ങളിൽ, അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്താലാണ് സംഭവിച്ചിരിക്കുന്നത്. ദൈവമാണ് ആ സ്ഥാനത്ത് അവരെ ആക്കിയിരിക്കുന്നത്. അവരെ ആക്കുവാനും നീക്കുവാനും എൻ്റെ ദൈവത്തിൻ്റെ കഴിയും. എൻ്റെ ദൈവത്താലാണ്, എൻ്റെ ദൈവത്തിനാണ് പരമാധികാരമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. കർത്താവ് അത് ഇവിടെ വ്യക്തമാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിലാത്തോസ് പറയുന്നത്, എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ട്, നിന്നെ വിട്ടയപ്പാനുള്ള അധികാരം എനിക്കുണ്ട്. എന്നാൽ കർത്താവിന് പറയാൻ കഴിയുന്നത്, ഒരു രോമം നിലത്ത് വീഴണമെങ്കിൽ എൻ്റെ കർത്താവ് അറിയാതെ, അനുവദിക്കാതെ സംഭവിക്കത്തില്ല. ഇപ്പോൾ എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? വിടുവിക്കുന്നതും വിടുവിക്കാതിരിക്കുന്നതും, രക്ഷിക്കുന്നതും രക്ഷിക്കാതിരിക്കുന്നതും, ഈ പ്രതിസന്ധികളെ മാറിപ്പോകുന്നതും, അല്ലെങ്കിൽ ഈ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നതും, അല്ലെങ്കിൽ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതൊക്കെ ദൈവം അറിഞ്ഞിട്ടാണ്, ദൈവം അനുവദിച്ചിട്ടാണ്. ദൈവം തന്നെ കൃപ പകർന്ന് നമ്മെ പ്രാപ്തീകരിക്കുന്നു. എൻ്റെ അധികാരം വെച്ച് എനിക്ക് ഇന്നതൊക്കെ ചെയ്യാൻ കഴിയും എന്നൊക്കെ പീലാത്തോസ് പ്രസ്താവിക്കുമ്പോൾ അതിനേക്കാൾ ഒരുപടി കൂടെ കടന്ന് നമ്മുടെ അരുമനാഥൻ പറയുകയാണ്, മേലിൽ നിന്ന് ലഭിക്കാതെ നിനക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലിനോട് അധികാരികൾ ന്യായമായി കാര്യങ്ങളെയൊക്കെ സാധ്യമാക്കാതിരിക്കുമ്പോൾ
അന്യായം ചുമത്തപ്പെടുമ്പോൾ, അന്യായമായി ശിക്ഷിക്കപ്പെടുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോൾ, ന്യായം ലഭിക്കാതെ വരുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ എൻ്റെ കർത്താവ് എന്തുകൊണ്ട് ഇത് അനുവദിക്കുന്നു എന്നുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. കർത്താവ് അനുവദിക്കുന്നത് കർത്താവിന് അതിൽ നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. അതിൽ ദൈവത്തിനൊരു നിർണയമുണ്ട് നമ്മെക്കുറിച്ച്. അത് പൂർത്തീകരിക്കുവാൻ കർത്താവിൻ്റെ പരമ അധികാരത്തിൽ വിധേയപ്പെടുത്തുവാൻ, സമർപ്പിക്കപ്പെടുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുന്നുവെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠവും ഉന്നതമായിത്തീരും. പഴയ നിയമ ഭക്തന്മാരെയൊക്കെ നാം നോക്കുമ്പോൾ യോസേപ്പിലേക്ക് നമുക്ക് നോക്കിയാൽ ദൈവം അനുവദിച്ചിട്ടാണ്. സങ്കീർത്തനമൊക്കെ ഇങ്ങനെയാണെന്ന് വായിക്കുന്നത്, ദൈവത്തിൻ്റെ അരുളപ്പാടുകളാൽ അവന് ശോധന വന്നു, പ്രതിസന്ധി വന്നു എന്നാണ് തിരുവെടുത്ത് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ദൈവം അനുവദിച്ചിട്ടാണ്. യോസേപ്പിനോടുള്ള ബന്ധത്തെ ദൈവം അനുവദിച്ചിട്ടാണ് തൻ്റെ സഹോദരന്മാർ തന്നെ പകയ്ക്കുകയും തന്നെ പൊട്ടക്കിണറ്റിലിടുകയും 20 കാശിന് തന്നെ വെള്ളിക്കാശിന് തന്നെ വിൽക്കുകയും പിന്നീട് പോത്തിഫറിൻ്റെ ഭാര്യ തൻ്റെ വസ്ത്രം കയ്യിൽ തെളിവുമായി നിർത്തി കള്ളക്കേസിൽ കുടുക്കി തന്നെ ജയിലിലടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അധികാരമുള്ള ദൈവം അനുവദിച്ചിട്ടാണ്, സർവാധികാരി അനുവദിച്ചിട്ടാണ് അങ്ങനെയുള്ള പ്രതിസന്ധിയിൽ കൂടെ യോസേപ്പ് കടന്നുപോയത്. പോത്തിഫറിന് തൻ്റെ അധികാരം ഉപയോഗിച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കാൻ കഴിയും. എന്നാൽ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ അധികാരമുള്ള, സ്വപ്നം കൊടുത്ത, വചനത്താൽ ശോധന കഴിക്കപ്പെടുന്ന ഭക്തനെ സംബന്ധിച്ച് അവന് ദർശനം കൊടുത്ത, സ്വപ്നം നൽകിയ, അരുളപ്പാട് നൽകിയ ദൈവത്തിന് സർവ്വ അധികാരമുണ്ട്. നീർത്തോട് കിടക്കെ രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ തിരിക്കുവാൻ കഴിയുന്നവൻ, ഫറവോൻ്റെ മനസ്സിൽ അവന് കൊടുത്ത സ്വപ്ന നിമിത്തം, അതിനെ വ്യാഖ്യാന നിമിത്തം മിസ്രയീമിൽ 2-ാം സ്ഥാനത്തേക്ക് യോസേപ്പിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതായിട്ട് കാണാൻ കഴിയും. നമുക്ക് അധികാരങ്ങൾക്ക് നാം കീഴ്പ്പെട്ടിരിക്കുമ്പോൾ, നമുക്കെതിരായി പലരും തങ്ങളുടെ അധികാരങ്ങൾ ഉപയോഗിക്കുമ്പോൾ, ദുർവിനിയോഗമൊക്കെ ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നാം ദുഃഖിതരാകാം, നിരാശരാകാം. നാം അതിനു മുമ്പിൽ തലകുനിച്ചു പോകാതെ, ക്ഷീണിതരായി പോകാതെ ദൈവമുഖം അന്വേഷിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ സർവശക്തൻ ഇന്നും മതിയായവനാണ്. തിരുവെടുത്ത് പഠിക്കുമ്പോൾ മൊർദെഖായിക്കെതിരായി ഹാമാന് 50 അടി ഉയരമുള്ള കഴുമരം ഉയർത്തുവാനുള്ള ധനമുണ്ട്, സാഹചര്യമുണ്ട്, അതിനുള്ള അധികാരങ്ങളൊക്കെ അവൻ്റെ ജീവിതത്തിലുണ്ട്. ഹാമാനോ മൊർദെഖായോട് ഒരുമിച്ച് യഹൂദ ഗോത്രങ്ങളെ, കുലങ്ങളെയൊക്കെ കൊന്നുമുടിക്കുവാനുള്ള രാജാവിൻ്റെ മുദ്രമോതിരമിട്ട അധികാരപത്രങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് അതിനെ പ്രസിദ്ധം ചെയ്യുമ്പോൾ ഭക്തന് വിരോധമായി തൻ്റെ അധികാരത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് കഴുമരങ്ങൾ ഉയർത്തുമ്പോൾ ഉയരത്തിലുള്ളവന് അനുവദിക്കാതെ മറ്റൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. കഴുമരം ഉയർത്തുവാൻ ഹാമാന് കഴിഞ്ഞിരിക്കാം, എന്നാൽ അതിന്മേൽ മൊർദെഖായിയെ കെട്ടിയുയർത്തുവാൻ, തൂക്കിക്കളയുവാൻ ഹാമാന് കഴിയുകയില്ല. കാരണം അധികാരം ദൈവത്തിനാണ്, സർവാധികാരി ദൈവമാണ് എന്ന് ആ എസ്തേറിൻ്റെ പുസ്തകങ്ങളിൽ കൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും.
പലരും തങ്ങളുടെ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാനുഷികമായി തൻ്റെ ജനത്തിന് വിരോധമായൊക്കെ പലതും ആലോചിക്കുകയും കാട്ടിക്കൂട്ടുമൊക്കെ ചെയ്യുമ്പോൾ നാം അതിനു മുമ്പിൽ പതറിപ്പോകുകയല്ല. ഇനി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നാം ക്ഷീണിച്ചു പോകുകയല്ല. നമ്മുടെ മുമ്പിൽ കർത്താവിൻ്റെ നാമനിമിത്തം നിന്ദകൾ, പഴികൾ, ഉപദ്രവങ്ങൾ, പീഡകൾ, നമ്മുടെ നന്മകൾ, സമ്പത്തുകൾ, മറ്റ് പലതും അപഹരിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഒക്കെ ജീവിതത്തിലുണ്ടാകാം. അപ്പോൾ നമ്മൊരു കാര്യം തിരിച്ചറിയണം. എൻ്റെ കർത്താവ് അറിയുന്നു. എൻ്റെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. എൻ്റെ കർത്താവ് അനുവദിച്ചിട്ടാണ് ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഈ പൊട്ടക്കിണറ്റ്, പോത്തിഫറിൻ്റെ ഭവനം, കാരാഗ്രഹം, എന്നെ വിറ്റുകളയുന്ന അനുഭവങ്ങളൊക്കെ കർത്താവ് അറിഞ്ഞിട്ടാണ്, കർത്താവ് അനുവദിച്ചിട്ടാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടല്ല എങ്കിൽ എൻ്റെ മേൽ നിനക്കൊരു അധികാരമുണ്ടാകില്ലായിരുന്നു. ദൈവം അനുവദിച്ചിട്ടാണ് പല അധികാരങ്ങളും നമ്മുടെ മുമ്പിൽ തങ്ങളുടെ അധികാരങ്ങളുടെ അനുഭവങ്ങളെയൊക്കെ വെളിപ്പെടുത്തുമ്പോൾ നാം അതിനു മുമ്പിൽ ക്ഷീണിച്ചു പോകുകയല്ല, പതറിപ്പോകുകയല്ല. ദൈവം അനുവദിച്ചിട്ടാണ്, ദൈവം അറിയാതെ ഒന്നും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ള പ്രത്യാശയോടെ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കുവാൻ നമുക്കിടയായിത്തീരണം. കർത്താവിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തിയാൽ അവനവൻ്റെ വസ്ത്രം മാറ്റി അവൻ്റെ മുഖത്ത് തുപ്പി അവൻ്റെ മുഖത്തെയുള്ള രോമങ്ങൾ നാണയത്തൊട്ടുകൾ കൊണ്ട് പിഴുതെടുക്കുന്ന, തലയിൽ മുൾക്കിരീടം വെച്ച് കോൽ കൊണ്ടടിക്കുന്ന, അവൻ്റെ കന്നത്തടിക്കുന്ന, കർത്താവിന് ദേഹോപദ്രവം ചെയ്യുന്ന, ഒന്നുകുറെ 40 അടി അവനെ അടിക്കുന്ന, ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ കഷ്ടതയുടെ, ആ ക്രൂശുമരണത്തിൻ്റെ ആ ദാരുണമായ അനുഭവങ്ങളെയൊക്കെ സുവിശേഷങ്ങൾ വിവരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് നാം ഒരു മനുഷ്യന് സഹിക്കുവാൻ കഴിയുന്നതിലപ്പുറമായ നിന്ദകളും പരിഹാസങ്ങളും ഉപദ്രവങ്ങളും പീഡകളും വേദനകളും തകർക്കപ്പെടുന്ന അസ്ഥികൾ പോലും ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ആ സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോകുകയും ക്രൂശ് ചുമന്ന് ഗോൽഗോത്തായിൽ കൈകാലുകളാൽ ആണിയടിക്കപ്പെട്ട തകർക്കപ്പെടുന്ന കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ സുവിശേഷങ്ങൾ വിവരിക്കപ്പെടുമ്പോൾ കർത്താവ് പറയുകയാണ്, ഇതെല്ലാം ദൈവം അനുവദിച്ചിട്ടാണ്, ദൈവത്താലാണ് ഇതെല്ലാം സംഭവിച്ചത്, ദൈവം അനുവദിച്ചിട്ടാണ് ഞാനിതെല്ലാം സഹിക്കുന്നത്. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ വചന നിമിത്തം, സുവിശേഷ നിമിത്തം, ക്രിസ്തുവിശ്വാസ നിമിത്തം, കർത്താവിൻ്റെ നാമനിമിത്തം നിന്ദകളോ പഴികളോ ദുഷികളോ അപമാനങ്ങളോ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുമ്പോൾ അത് നിമിത്തം പിന്തിരിക്കുകയല്ല, മനസ്സുമടുത്തു പോകുകയല്ല, വിശ്വാസം ത്യജിച്ച് പിന്മാറുകയല്ല. കർത്താവ് അനുവദിച്ചിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിവ് നമുക്കുള്ളപ്പോൾ തന്നെ കർത്താവിന് വേണ്ടി നാം സഹിക്കുന്ന കഷ്ടങ്ങൾക്ക്, നിന്ദകൾക്ക്, അപമാനങ്ങൾക്ക് ഒരു പ്രതിഫലമുണ്ട്. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നാം സഹിക്കുന്നതിനൊക്കെ
നന്മയായി കണക്കിടുന്നൊരു ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവ് നമ്മെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മെ പ്രാപ്തീകരിക്കട്ടെ, നമ്മെ ശക്തീകരിക്കട്ടെ. മേലിൽ നിന്ന് ലഭിക്കപ്പെട്ട അധികാരങ്ങളെ ദുർവിനിയോഗം ചെയ്യുന്ന, തങ്ങൾക്ക് ലഭിച്ച അധികാരങ്ങളെ സത്യത്തിന് വിരുദ്ധമായി, സത്യസുവിശേഷത്തിന് വിരുദ്ധമായൊക്കെ പ്രയോഗിക്കുന്ന അധികാര സമൂഹങ്ങളെ, അധികാരവർഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അവർക്ക് ലഭിച്ച അധികാരത്തെ ന്യായമല്ലാത്തതിനു വേണ്ടി, ആരാധനയ്ക്ക് എതിരായി, പ്രാർത്ഥനകൾക്കെതിരായി ഒക്കെ അവർ ഉപയോഗിക്കപ്പെടുമ്പോൾ അവരതറിയുന്നില്ല. എന്നാൽ അങ്ങനെയുള്ള പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരൊരു കാര്യം തിരിച്ചറിയണം. അവരറിയാതെ ആ അധികാരത്തിൻ്റെ മത്തിനാൽ സത്യത്തിനെതിരായി, സത്യത്തെ തടുക്കുവാനൊക്കെയുള്ള പ്രയത്നങ്ങൾ ചെയ്യുമ്പോൾ നാം മനസ്സുമെടുത്തു പോകരുത്, നാം ക്ഷീണിതരായിത്തീരരുത്. വിശ്വാസത്തിന് വേണ്ടി നല്ല പോരാട്ടം കഴിക്കുവാൻ, വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുവാൻ സകലവും നിയന്ത്രിക്കുന്ന, സകലത്തിന് നാഥനായ ലാക്കായ കർത്താവിൽ ആശ്രയിപ്പാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം വായിക്കുമ്പോൾ പ്രാരംഭ വാക്യങ്ങളിൽ യേശുവുമായിട്ടുള്ള ബന്ധങ്ങളിൽ നാം വിശ്വാസത്തിൻ്റെ പരിശോധന വരുമ്പോൾ കർത്താവിനെ പറയാതെ, കർത്താവിനെ തിരസ്കരിക്കാതെ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുവാൻ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് കാണാൻ കഴിയും. വിശ്വാസം ത്യജിക്കാതെ, വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുവാൻ, വിശ്വാസത്തിന് വേണ്ടി അന്ത്യശ്വാസം വരെയും ദൈവം നമുക്ക് നൽകിയ ആയുസ്സിൻ്റെ അവസാനം വരെയും വിശ്വാസത്തിന് നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു എന്ന് പറയത്തക്കവണ്ണമുള്ള സാക്ഷ്യം പ്രാപിപ്പാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പഴയ പുതിയ നിയമഭക്തന്മാർ അവരുടെ ജീവിതത്തിൽ അധികാരികൾക്ക് കീഴടങ്ങുക മാത്രമല്ല, അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിൽ തങ്ങൾ ആശ്രയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ യാക്കോബിനെ കൊന്നത് യഹൂദന്മാർക്ക് പ്രസാദമാകൊണ്ട് പത്രോസിനെ പിടിച്ച് പെസഹ കഴിയുന്ന പിറ്റേ ദിവസം കൊല്ലുവാനൊക്കെ ആഗ്രഹിച്ച് കാരാഗൃഹത്തിൽ കൈകാലുകൾ ആമത്തിലിട്ട് പൂട്ടിയപ്പെട്ടവരായി കിടക്കുമ്പോൾ അവരുടെ അധികാരങ്ങൾ പത്രോസിന് മേൽ സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ പത്രോസിനെക്കുറിച്ചുള്ള ഉയരത്തിലെ നിർണയം അവൻ പ്രാർത്ഥിക്കുകയും ചെയ്ത് അവൻ മരിക്കണമെന്നുള്ളതാണെങ്കിൽ പത്രോസിനെ അവൻ്റെ യൗവനകാലത്ത് തീർത്ത് കളയുവാൻ ഈ ലോകത്തിൽ ഒരു അധികാരത്തിനും ശക്തിക്കും കഴിയുകയില്ല. സഭ അവന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കപ്പെടുമ്പോൾ ദൈവം തൻ്റെ ദൂതനെ കാരാഗൃഹത്തിൽ അകച്ച് പത്രോസിനെ വിടുവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അധികാരികൾ തൻ്റെ അധികാരങ്ങൾ ഉപയോഗിച്ച് കാരാഗൃഹത്തിൽ കൈകാലുകളെ ആമത്തിലിട്ട് പൂട്ടപ്പെട്ട സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളക്കി അതിൻ്റെ വാതിലുകൾ തുറന്ന് ഭക്തനെ പുറത്തു കൊണ്ടുവരത്തക്കവണ്ണമുള്ള പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ പത്രോസിനോടുള്ള ബന്ധത്തിൽ കർത്താവ് സഭയുടെ പ്രാർത്ഥന പോലെ കർത്താവിൻ്റെ ഇടപെടലുകളുണ്ടായെങ്കിൽ ഈ കാലഘട്ടങ്ങളിലും നമുക്കെതിരായി അധികാരങ്ങൾ ഉപയോഗിക്കപ്പെടുമ്പോൾ
അതിൻ്റെ എല്ലാ വശങ്ങളും സുവിശേഷത്തിനെതിരായി ഉയരുമ്പോൾ നാം അതിനെക്കുറിച്ചുള്ള വ്യാകുലതകൾ നമുക്കാവശ്യമില്ല. അതിനെക്കുറിച്ചുള്ള ചോദ്യം ചെയ്തലുകൾ നമുക്കാവശ്യമില്ല. അധികാരമുള്ളവ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിപ്പാൻ കഴിഞ്ഞാൽ സകലവും നന്നായി ചെയ്യുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ പ്രാപ്തീകരിക്കും, നമ്മെ ശക്തീകരിക്കും. എല്ലാ അധികാരങ്ങൾക്കും കീഴടങ്ങിയിരിക്കുമ്പോൾ തന്നെ ദൈവാധികാരങ്ങൾക്ക് നമ്മെ തന്നെ സമർപ്പിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവത്തിന് അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് പറഞ്ഞതുപോലെ മേലിൽ നിന്ന് നിനക്ക് ലഭിച്ചല്ലാതെ ഒരധികാരവുമില്ല. അങ്ങനെയെങ്കിൽ കർത്താവിനാൽ നൽകപ്പെട്ട എല്ലാ അധികാരങ്ങൾക്കും കീഴപ്പെട്ടിരിക്കുവാൻ സകല അധികാരങ്ങളുടെ ഉടയവനായ കർത്താവിൽ ആശ്രയിച്ച് ക്രിസ്തീയ ജീവിതം നയിപ്പം ഞങ്ങൾക്ക് കൃപ നൽകണമേ. അതിനെ ഞാൻ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. തിരുവെടുത്ത് പറയുന്നത് പോലെ മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്കൊരധികാരവും ഉണ്ടാകിയില്ലായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും അധികാരത്തിന് കീഴിൽ അധികാരികളാൽ പ്രയാസങ്ങൾ കൂടെ പ്രതിസന്ധികൾ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവ് സർവ്വാധികാരിയാണ്. അവൻ കാര്യങ്ങളെ നന്നായി ചെയ്യുന്നവനാണ്. ആ കർത്താവ് നമ്മെ അതിനായി സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.